സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വയനാട്, കണ്ണൂർ ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ മഴ മുന്നറിയിപ്പിലെ മാറ്റങ്ങൾ എങ്ങനെയാണ് ഈ ഒരു മണിക്കൂറിൽ? സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ട് എന്നുള്ളതാണ്. 2 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഉള്ളത്. സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. പക്ഷേ മഴ മുന്നറിയിപ്പുകൾ മാറി വരുന്ന സാഹചര്യം ഇപ്പോൾ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. വയനാടിനും കണ്ണൂരിനുമാണ് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത്. സംസ്ഥാനത്തെമ്പാടും പരക്കെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം. മാത്രമല്ല ഇടിമിന്നലോടുകൂടിയ വലിയ കാറ്റോടുകൂടിയ മഴ പെയ്യും എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും ലഭിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. കോട്ടയം ജില്ലയിലൊക്കെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 2 ജില്ലകൾക്കാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. വയനാടിനും കണ്ണൂരിനുമാണ് ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത്. അലർട്ടുകൾ മാറി വരുന്ന സാഹചര്യം. ഇടുക്കിയിലും മലയോര മേഖലയിലും ശക്തമായ മഴയാണ്. ഡാമുകളൊക്കെ നിറഞ്ഞു കവിയുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ ഓറഞ്ച് അലർട്ട് ലഭിച്ചിട്ടുള്ളത് വയനാടിനും കണ്ണൂരിനുമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി അറിയാൻ സാധിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ മാറി വരുന്നത്. ശാലിനിയുണ്ട്. ശാലിനി, ഈ മഴ മുന്നറിയിപ്പിലെ മാറ്റം എങ്ങനെയാണ്? ലക്ഷ്മി, സംസ്ഥാനത്ത് മഴ തീവ്രമാവുകയാണ്. ഇന്ന് 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിലായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത്. അതിൽ വയനാട് ജില്ലയ്ക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഈ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൂടാതെ തന്നെ കണ്ണൂർ ജില്ലയ്ക്കും ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. കൂടാതെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടുകളും ഈ മുന്നറിയിപ്പിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എങ്കിൽ പോലും തെക്കൻ കേരളത്തിലും മഴ ശക്തമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിലും ഇടുക്കി ജില്ലയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരുന്ന 3 മണിക്കൂറിൽ നൽകിയിട്ടുണ്ട്. 40 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് സൊമാലിയൻ ജെറ്റ് സ്ട്രീം സ്ട്രോങ് ആവുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാലവർഷം ശക്തി കൂടുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ ജില്ലകൾക്ക് പക്ഷേ ഉച്ചയോടുകൂടി വരുന്ന അലർട്ടുകളിൽ മാറ്റം വരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. തീരദേശ മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകുകയാണ്. ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും ഈ മേഖലകളിൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്നത്. മത്സ്യബന്ധനത്തിന് പോകുന്നവരടക്കം ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. നിലവിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള മേഖലകളിലേക്ക് മത്സ്യബന്ധനം പാടില്ല എന്നുള്ള കർശന ജാഗ്രതാ നിർദ്ദേശവും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കൂടി നൽകുകയാണ്. കള്ളക്കടൽ പ്രതിഭാസം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത തീരദേശ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തീരദേശവാസികൾ സുരക്ഷിതമല്ലാത്ത വീടുകളിൽ നിന്ന് മാറി താമസിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ മണിക്കൂറിൽ നൽകുകയാണ്. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വിവിധ ജില്ലാ ഭരണകൂടങ്ങളും നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് പൊന്മുടി അടക്കമുള്ള മേഖലകളിൽ തിരുവനന്തപുരം ജില്ലയിലും ഇടുക്കിയിലെ ഉയർന്ന മേഖലകളിലും വയനാട് അടക്കമുള്ള മേഖലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടവും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുകയാണ്. സ്വാഭാവികമായും NDRFന്റെ സംഘവും കേരളത്തിലെ നിലവിലെ സ്ഥിതിയും മഴയും ഒപ്പമുള്ള വെള്ളക്കെട്ടും ഒക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയന്തര സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കൊപ്പം കൈകോർത്തുകൊണ്ട് NDRF സംഘവും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വലിയ രീതിയിലുള്ള മഴക്കാലമാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത്.